ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കലാണ് കേട്ടോ പണി. അപ്പോൾ ഇന്നലെ അമ്മു പറഞ്ഞിരുന്നു കേട്ടോ, അവൾക്ക് രാവിലെ ന്യൂട്ടല്ലയും ബ്രെഡും വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ ഇന്നും കൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാനത് അവൾക്ക് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഹാപ്പിയിലാണ് കേട്ടോ ആൾ. എന്താ വെച്ചാൽ പുതിയൊരു സ്കൂളിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആൾക്കുണ്ട് കേട്ടോ. പിന്നെന്താ വെച്ചാൽ ഇനിയിപ്പോൾ കളിയൊന്നും നടക്കില്ല, ടാബും കാര്യങ്ങളൊക്കെ ഇനി എടുത്ത് വെക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവളോട്. അപ്പോൾ അതൊരു ചെറിയ സങ്കടമാണ്. പക്ഷേങ്കിൽ ഇടയ്ക്കൊക്കെ കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും ഈ കുട്ടികളെ ഫോണിന് അഡിക്റ്റ് ആവാതെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ന്യൂട്രല്ലയും ബ്രെഡൊക്കെ ഇതാ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്കിൽ തന്നെ അവൾ നിൽക്കുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇനി ഇത് റെഡിയാക്കി കൊടുക്കട്ടെ. അതിന് ശേഷം വേണം ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഹംനുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളിതാ കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ. നേരെ മറിച്ച് ഡെയിലി ഈ പുട്ട്, ദോശ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മടിയാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ ഇതാ സ്കൂളിലേക്ക് പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഒന്നും കഴിക്കൂല കേട്ടോ. അല്ലാതെ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് നേരം വൈകിട്ടല്ലേ എണീക്കുക, അപ്പോൾ പിന്നെ അങ്ങനെ കഴിച്ചോളും. മറ്റേത് സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു പണിയാണ്. കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ഒന്നോ ഒരു ചെറിയ കഷ്ണമോ അങ്ങനെയൊക്കെ ഉണ്ട് കഴിക്കുക, അങ്ങനെ എണീച്ചിട്ട് അങ്ങനെ പോവും. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അവർ കഴിക്കാതെ പോകുമ്പോൾ. അപ്പോൾ ഞാൻ അവർക്ക് ഇഷ്ടമുള്ള എന്താണോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചാൽ അത് ഉണ്ടാക്കി കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ തലേ ദിവസം ചോദിക്കും കേട്ടോ എന്താണ് വേണ്ടതെന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കി വെക്കലുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾക്കുള്ള ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെന്താ പറയുക, ഞാൻ കുക്ക് ചെയ്യുന്നതൊക്കെ ഞങ്ങളുടെ ഈ സെക്കൻഡ് കിച്ചണിലാണ് കേട്ടോ. അതായത് നമുക്ക് നല്ല ഒരു സമാധാനത്തോടെ കുക്ക് ചെയ്യാം. മറ്റേത് എന്താ വെച്ചാൽ കറ പിടിക്കോ അങ്ങനെ എന്തെങ്കിലും കറിയുടെ മഞ്ഞ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ കുക്കിംഗ് പരിപാടികളൊന്നും നടത്താറില്ല. എല്ലാം ഇവിടെയാണ് കേട്ടോ ചെയ്യാറ്. അതായത് നമുക്ക് നല്ല ഒരു സമാധാനത്തോടെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചായ കുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതിനുശേഷം ഇതാ ഇക്ക ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ വിയറ്റ്നാം ചക്കയാണ് ഇത്. അപ്പോൾ ഇതാ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടാവുന്നത്. അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ, നല്ല മധുരമുള്ളൊരു ചക്കയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇന്ന് എൻ്റെ വീട്ടിലേക്ക് ഉമ്മ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഫുഡൊക്കെ അവിടെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എല്ലാവരും കൂടെ ആകുമ്പോൾ അവർക്ക് വീഡിയോയിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിതാ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ പോരുന്ന വഴിക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പെരിന്തൽമണ്ണ കേട്ടോ ടൗണിലാണ് വന്നത്. അങ്ങനെ ഞങ്ങളിതാ ഓൾഡ് മങ്കിലേക്കാണ് കേട്ടോ വന്നത്. നല്ല സ്നാക്കും ടീയൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണിത്. പിന്നെ എന്താ പറയുക, ഈ ഒരു ഏരിയയിൽ ഒരുപാട് ടീ ഷോപ്പുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എവിടെ കയറണമെന്ന് ചോദിച്ചാൽ അതൊരു കൺഫ്യൂഷനാണ്. പിന്നെന്താ പറയുക, ഞങ്ങൾക്ക് ഒന്നും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ സ്നാക്സും ടീ ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ ചെയ്തത്. പിന്നെന്താ പറയുക, ഇക്കാക്ക് വീട്ടിലെത്തിയപ്പോൾ ഇത് എവിടുന്നോ ഒരു മരത്തിൻ്റെ പീസ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതും വെച്ച് എന്തോ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഇക്കാക്ക് എങ്ങനെയാ വെച്ചാൽ ഇതുപോലുള്ള വർക്കുകളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കും. പിന്നെന്താ പറയുക, കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ കാണിച്ചിരുന്നല്ലോ ഒരു വുഡ് വെച്ചിട്ട് ഒരു ഫ്ലവറിൻ്റെ ഒരു ട്രീ ഉണ്ടാക്കി എടുത്തിരുന്നല്ലോ. അപ്പോൾ ഇതിനി എന്താവുമെന്ന് കാണിക്കാം. അപ്പോൾ ഇതാ അമ്മയും ഐഫോൺ നല്ല കളിയിലാണ് കേട്ടോ. അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അതിനിടയിൽ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അടുത്തുള്ള കുട്ടികളും ഹാദിയും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് പടക്കം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളും ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി. പിന്നെന്താ പറയുക, നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ. ഇങ്ങനെ നോക്കി നിന്ന് പോകും.
പിന്നെ ഇവരുടെ കൂടെ ഇക്കായി നിന്നിരുന്നു കേട്ടോ. കാരണം ഇവരെ ഒറ്റക്കാക്കാൻ പറ്റുമല്ലോ, പല അപകടങ്ങളും നടക്കും. അപ്പോൾ പിന്നെ അവരെ നോക്കിയിട്ട് ഇക്കയും കൂടെ ഉണ്ട്. പിന്നെന്താ പറയുക, പെരുന്നാളിൻ്റെ അന്ന് പൊട്ടിക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേങ്കിൽ അന്ന് നടന്നില്ല. അപ്പോൾ ഇന്നാണ് കേട്ടോ അവരിതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഇതാ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ അമ്നു എന്താ പറയുക, അവൾക്ക് നാളെ കൊണ്ടുപോകാനുള്ള ബുക്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് ആൾ. കാരണം ന്യൂ സ്കൂള്, ന്യൂ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാ അവളുടെ പൗച്ചും കാര്യങ്ങളൊക്കെ, ബുക്സും കാര്യങ്ങളൊക്കെ അവൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനിടയിൽ ഐഫു അവൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഐഫോണിൻ്റെ മുന്നിൽ ഒന്നും വെക്കാൻ പറ്റൂല കേട്ടോ, എല്ലാം എടുത്ത് വായിലിടും. പിന്നെന്താ പറയുക, ഇപ്പോൾ മുട്ടുത്താനും കൂടെ തുടങ്ങിയത് കാരണം ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. എന്ത് കിട്ടിയാലും ഇങ്ങനെ വായിൽ കൊണ്ടുപോയി കൊണ്ടാണ്. അപ്പോൾ ഞാൻ അതെല്ലാം അവളുടെ മുന്നിൽ നിന്ന് മാറ്റി വെക്കണം കേട്ടോ. അങ്ങനെ ഇതാ അമ്നു എല്ലാ ബുക്സും കാര്യങ്ങളൊക്കെ ഇനി സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, ബുക്സൊക്കെ പൊതിഞ്ഞ് നെയിമൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ട് അവളോട്, എല്ലാ ബുക്സും നാളെ കൊണ്ടുപോകണ്ട, ഫസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഡയറി മാത്രം കൊണ്ടുപോയാൽ മതി, ടൈം ടേബിളും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം ബുക്സൊക്കെ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ അവൾ എല്ലാ ബുക്സും എടുക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, യൂണിഫോമും കാര്യങ്ങളും കിട്ടിയിട്ടില്ല കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്തിട്ട് സ്കൂളിൽ നിന്ന് തന്നെ അവർ കൊടുക്കും. അപ്പോൾ അതുവരേക്കും കളർ ഡ്രസ്സാണ് കേട്ടോ ഇടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലേ ഞങ്ങളിടുന്ന ഓരോ വീഡിയോക്കും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.